നല്ല സൂപ്പർ ദമ്മിനകത്ത് വേവുന്ന ആ ചിക്കൻ ദം ബിരിയാണി, അത് നമ്മുടെ സ്വന്തം പന്തളത്ത്. ഭാഗ്യത്തിന് ദം പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ചെല്ലാനൊത്ത്. നമ്മുടെ ടൈമിംഗ് കറക്റ്റ് ആയതുകൊണ്ട് മന്തി കുഴിന്നെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഏതാ സ്പോട്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പന്തളത്തു നിന്ന് കൈപ്പട്ടൂർ പോകുന്ന റൂട്ടിൽ കടക്കാട് കഴിഞ്ഞാൽ വരുന്ന മൻസിൽ സീ ഫുഡ് റെസ്റ്റോറന്റ്. ഈ റൂട്ടിൽ ഞാൻ അധികം വരാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഇവിടെ തുടങ്ങിയതിനെ പറ്റി എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ റെസ്റ്റോറന്റ് കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങ് കയറി. ഇവിടെ നമ്മൾ വന്നതും കറക്റ്റ് മന്തി കുഴിന്നെടുക്കുന്ന സമയത്ത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പാചകം ചെയ്യുന്ന ഇക്ക ഉണ്ടല്ലോ, പുള്ളിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി പുള്ളിക്ക് 30 വർഷത്തെ സൗദിയിൽ ഈ മന്തിയും അറബിക് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയുള്ള എക്സ്പീരിയൻസ് ഉള്ള. അതുമല്ല സ്വന്തമായിട്ട് കാറ്ററിംഗും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പെക്ടേഷൻ ഇച്ചിരി ഹൈ ആയിരുന്നു. ഇവിടുത്തെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മുടെ അറബിക് ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറന്റിൽ ഈ മന്തിയും അൽഫാമും ഈ വിധ ഐറ്റങ്ങളെ കാണത്തുള്ളൂ. കാരണം അതാണല്ലോ നമ്മുടെ നാട്ടിൽ കത്തി നിൽക്കുന്ന അറബിക് ഫുഡ്. പക്ഷെ ഇവിടെ നല്ല ദമ്മിനകത്ത് വെച്ച ചിക്കൻ ദം ബിരിയാണി കിട്ടും. പിന്നെ ഇവരുടെ പേരിൽ സീ ഫുഡ് റെസ്റ്റോറന്റ് എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല മീൻ പൊരിച്ചതും മീൻ പരിഞ്ഞിലും വെച്ചിട്ടുള്ള ചട്ടിച്ചോറും ഊണും എല്ലാം ഇവിടെ കിട്ടും. അപ്പൊ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവിധ ഐറ്റങ്ങളും സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമ്മൾ ചെന്ന ടൈമിംഗ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഇതിന്റെ എല്ലാം മേക്കിംഗ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒക്കെ അപ്പുറത്തൊരു ബായി അങ്ങോട്ട് ചൂട് പൊറോട്ട അടിച്ചോണ്ട്. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ സാധാരണ വീഡിയോ കൂട്ട് ഒരു വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സോ ഈ പാർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം മേക്കിംഗ് കാണിക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് പാർട്ടിലായിരിക്കും നമ്മുടെ ഫുഡ് അടി. അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ അത് ചെക്ക്ഔട്ട് ചെയ്യാതിരിക്കല്. അപ്പൊ അടുത്ത പാർട്ടി കാണാം. ബൈ ബൈ.